ഇതിപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, വസ്ത്രത്തിലോ ശരീരത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തൊക്കെ നജസ് ഉണ്ട്, അത് മറന്നിട്ടാണ് നിസ്കരിച്ചതെങ്കിൽ അല്ലെങ്കിൽ അറിയാതെ നിസ്കരിച്ചെങ്കിൽ അത് നിസ്കാരത്തെ ബാധിക്കുന്നില്ല. എന്നാൽ അശുദ്ധിയാണെങ്കിലോ, ഒരാൾ വുദു ഇല്ലാതെ നിസ്കരിച്ചത് മറന്നിട്ട് അല്ലെങ്കിൽ അറിയാതെ, അല്ലെങ്കിൽ വലിയ അശുദ്ധിയുണ്ട്, അത് അയാൾ മറന്നുപോയി, അയാൾ അറിയാതെ നിസ്കരിച്ചു, അങ്ങനെയാണെങ്കിലോ സ്വീകാര്യം അല്ല, അയാളുടെ നിസ്കാരം സ്വീകാര്യം അല്ല. രണ്ടും തമ്മിലുള്ള മാറ്റം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ രണ്ട് മസാലകളും തമ്മിലുള്ള മാറ്റം പ്രത്യേകം മനസ്സിലാക്കണം. ഒന്ന് ഹദസിന്റെ വിഷയമാണ്, അശുദ്ധിയുടെ വിഷയമാണ്. വുദു ഇല്ലാത്ത ഒരാൾ നിസ്കരിച്ചു, മറന്നിട്ടാണെങ്കിലും അറിയാതെ ആണെങ്കിലും ബോധപൂർവ്വം ആണെങ്കിലും ഒക്കെ എന്താണ്, നിസ്കാരം ബാത്തിലാണ്. ബോധപൂർവ്വം അയാൾ വുദു ഇല്ലാതെ നിസ്കരിച്ച അയാൾക്ക് കുറ്റമുണ്ട്. ഒരാൾ ബോധപൂർവ്വം അറിഞ്ഞുകൊണ്ട് വുദു ഇല്ലാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിസ്കരിച്ചു, അയാൾക്ക് എന്തുണ്ട്, കുറ്റമുണ്ട്. അറിയാതെ നിസ്കരിച്ച അയാൾക്ക് കുറ്റമില്ല, നിസ്കാരം സ്വീകാര്യമല്ല. എന്നാൽ നജസാണെങ്കിലോ, അറിയാതെ ആണെങ്കിൽ അല്ലെങ്കിൽ മറന്നുകൊണ്ടാണെങ്കിൽ നിസ്കാരം സ്വീകാര്യമാണ്. അപ്പൊ ഈ രണ്ട് മസാലകളും തമ്മിലുള്ള മാറ്റം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.